പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാനത്ത് കാണും മുൻപേ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്പത്തിക സംവരണം നടപ്പാക്കി. സുപ്രീം കോടതിയുടെ വിധി വരുന്നതിനു മുൻപേ ഒരു മുഴം മുന്നേ എറിഞ്ഞ് കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഒന്നടങ്കം അപമാനിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തിടുക്കപ്പെട്ട് ഏർപ്പെടുത്തിയ മുന്നോക്ക സംവരണത്തിലൂടെ ഇടതുമുന്നണി സർക്കാർ ചരിത്രപരമായ വിഡ്ഢിത്തം ആവർത്തിക്കുകയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണം എന്തിനാണെന്ന് പോലും അറിയാതെയാണ് പലരും ഇപ്പോഴും സംവരണ സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ലെന്നും ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ ജീവിതത്തിന്റെ ഇരുട്ടറകളിലേക്ക് തള്ളപ്പെട്ട ജനങ്ങളുടെ സാമൂഹിക പദവി ഉയർത്താനുള്ള പദ്ധതിയാണെന്നും മനസ്സിലാക്കുകയാണ് സംവരണ പാഠങ്ങളിൽ പ്രധാനം. ഇപ്പോഴും നിലനിൽക്കുന്ന ഇന്ത്യയിലെ ജാതീയമായ മനുഷ്യത്വ വിരുദ്ധതകളെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് CPM BJPയേക്കാൾ വേഗത്തിൽ ഈ ചതി ചെയ്തിരിക്കുന്നത്. ഇന്ദിരാ സാഹ്നി കേസിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ സംവരണത്തിന് ഒരു മാനദണ്ഡമേ അല്ല എന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞുവച്ചതാണ്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയാണ് സംവരണത്തിന്റെ അടിസ്ഥാനമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ നിയമമാക്കിയ സാമ്പത്തിക സംവരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ടാണ് വളരെ അതിവേഗതയിൽ സംവരണീയർക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന തീർത്തും അശാസ്ത്രീയമായ മുന്നോക്ക സംവരണം കേരളം നടപ്പിലാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ ശേഷം BJPക്ക് ഇതിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. സഖാവ് EMS തുടങ്ങിവെച്ച സാമ്പത്തിക സംവരണ വാദം പൂർത്തിയാക്കുക മാത്രമാണ് പിണറായി സർക്കാർ ചെയ്തത്. മുന്നോക്ക സംവരണം നടപ്പിലാക്കിയപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നീതീകരിക്കാനാവാത്ത അന്തരമുണ്ടായി. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പ്രവേശനം ഇതിനുദാഹരണമാണ്. ഈഴവർക്ക് 3%, മുസ്ലിങ്ങൾക്ക് 2%, മറ്റു പിന്നോക്ക ഹിന്ദുക്കൾക്ക് 1% സംവരണമുള്ളപ്പോൾ മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം. MBBS, ഹയർ സെക്കൻഡറി എന്നിവയിലെല്ലാം ഈഴവർക്ക് 9%, മുസ്ലിങ്ങൾക്ക് 8% മാത്രമേ സംവരണമുള്ളൂ. എന്നാൽ മുന്നിൽ നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% സംവരണം ഇവിടെയും ലഭിക്കുന്നു. ഇത് അർഹതയുള്ള വിഭാഗങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കലാണ്. 564 റാങ്കുള്ള ഈഴവ വിദ്യാർത്ഥിക്കും 624 റാങ്കുള്ള മുസ്ലിം വിദ്യാർത്ഥിക്കും എഞ്ചിനീയറിംഗ് സീറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ സാമ്പത്തിക സംവരണത്തിലൂടെ 1223 റാങ്കുള്ള മുന്നോക്ക വിദ്യാർത്ഥിക്ക് സീറ്റ് ലഭിക്കുന്നു. ജാതി സംവരണത്തിലൂടെ ചെറിയൊരു ശതമാനം പിന്നോക്കക്കാർക്ക് അധികാര പങ്കാളിത്തം ലഭിച്ചപ്പോൾ കാര്യക്ഷമതാവാദം പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയവരൊന്നും മുന്നോക്ക സംവരണത്തിന്റെ കാര്യത്തിൽ കാര്യക്ഷമതാവാദം ഉന്നയിച്ചു വരുന്നത് കാണുന്നില്ല. 30% വരുന്ന സവർണർക്ക് സർക്കാർ സർവീസിൽ സംവരണമില്ലാതെയുള്ള പ്രാതിനിധ്യം 76%. 70% വരുന്ന പിന്നോക്കക്കാരൻ 24%. സംവരണമുണ്ടായിട്ടും പിന്നോക്കക്കാരൻ എവിടെയും എത്തിയിട്ടില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴാണ് ഭരണഘടനയുടെ കഴുത്തു ഞെരിച്ച് നാട്ടിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കിയത്. ജാതിയും മതവും നോക്കിയുള്ള അപരവൽക്കരണവും അസമത്വവുമാണ് നാടിന്റെ ശാപമെന്നും അവർണന് അധികാര പങ്കാളിത്തം നൽകിയാണ് അത് പരിഹരിക്കപ്പെടേണ്ടതെന്നും മനസ്സിലാക്കുകയാണ് സംവരണ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന പാഠം. സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ നടത്തുന്ന വീതം വയ്പല്ല. അതിന്റെ ലക്ഷ്യം അധസ്ഥിതർക്ക് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുകയാണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർ അർഹമായ പദവികൾ പങ്കുവയ്ക്കുമ്പോൾ പലരും അനാവശ്യമായി വേവലാതിപ്പെടുകയാണ്. മുസ്ലിങ്ങൾ അടുത്ത കാലത്ത് കൂടുതലായി സിവിൽ സർവീസ് പരീക്ഷകൾ പാസ്സാകുന്നതിനെതിരായി BJP അനുകൂല ചാനലായ സുദർശൻ രംഗത്തു വന്നത് ഇതിന്റെ ഭാഗമായാണ്. എന്നാൽ ഇക്കൊല്ലം 41 മുസ്ലിങ്ങളാണ് മൊത്തത്തിൽ വിജയിച്ചത്. അതായത് 4%. ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ ഇത് വളരെ അപര്യാപ്തം. ഇതുപോലും പൊറുപ്പിക്കാനാവാത്ത മനസ്സുകളിൽ നിന്നാണ് സാമ്പത്തിക സംവരണമെന്ന ആവശ്യമുയരുന്നത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരൻ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് വേണ്ടത്. സംവരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയല്ല. സുപ്രീം കോടതിയുടെ വിധി വരുന്നതിനു മുമ്പ് തന്നെ
മുന്നോക്ക സംവരണം നടപ്പിലാക്കിയ കേരള സർക്കാർ നടപടി പുനഃപരിശോധിക്കുക തന്നെ വേണം. സംവരണത്തിന്റെ അടിസ്ഥാന പ്രമാണത്തെ തകർക്കുന്ന തീരുമാനം അടിയന്തരമായി നിർത്തിവെക്കണം. ജനസംഖ്യാനുപാതികമായി സംവരണ തോത് പുനഃക്രമീകരിക്കണം. ഈ കൊടും ചതിയുമായി അധികകാലം മുന്നോട്ടു പോകാനാവില്ല.